നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ബജറ്റിൽ പുതുക്കാടിനും ആശ്വാസ പദ്ധതികൾ. നെന്മണിക്കര പഞ്ചായത്തിലെ മണലിപ്പുഴയിലെ ഓടഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചു. മുനിയാട്ടുകുന്ന് കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതികൾക്ക് 1/2 കോടി രൂപ വീതവും അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച അസാധാരണ കുതിപ്പ്. പവന് 8,640 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. വൈകിട്ട് പവന് നേരിയ കുറവും രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്രയുടെ സ്വീകരണത്തിന് പുതുക്കാട് നിയോജകമണ്ഡലം സ്വാഗത സംഘം ഓഫീസ് അമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ആറാട്ട് വെള്ളിയാഴ്ച നടക്കും. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കുടിയേറുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ബജറ്റിൽ പുതുക്കാടിനും ആശ്വാസ പദ്ധതികൾ. നെന്മണിക്കര പഞ്ചായത്തിലെ മണലിപ്പുഴയിലെ ഓടഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചു. മുനിയാട്ടുകുന്ന് കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതികൾക്ക് 1/2 കോടി രൂപ വീതവും അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുറുമാലിപ്പുഴ പള്ളം ബണ്ട് നിർമ്മാണം 1 കോടി രൂപ, ചെങ്ങാലൂർ മാട്ടുമല കാളക്കല്ല് റോഡിന് 1.5 കോടി രൂപ, വല്ലച്ചിറ പഞ്ചായത്തിലെ ആറാട്ടുപുഴ SC സമൃദ്ധി കേന്ദ്രത്തിന് 1 കോടി രൂപ, പുതുക്കാട് പഞ്ചായത്ത് ഗ്രൗണ്ട് നിർമ്മാണത്തിന് 1 കോടി രൂപ, തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡ് 3ാം ഘട്ടം നിർമ്മാണത്തിന് 1 കോടി രൂപ എന്നീ പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിക്കുകയും തുക മാറ്റിവെക്കുകയും ചെയ്തതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചത്. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച അസാധാരണ കുതിപ്പ്. പവന് 8,640 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമാണ് വ്യാഴാഴ്ച രാവിലെയിലെ വില. സ്വർണ്ണ വിപണിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും വില ഉയരുന്നത്. ഗ്രാമിന് മാത്രം വില ഉയർന്നത് 1,080 രൂപയാണ്. വൈകിട്ട് ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 16,295 രൂപയും പവന് 1,30,360 രൂപയുമായി. സ്പോട്ട് ഗോൾഡിന്റെ വിലയിലും വ്യാഴാഴ്ച വൻ വർധനവുണ്ടായിട്ടുണ്ട്. വില 2.6% വർദ്ധിച്ച് ഔൺസിന് $5,538.69 ഉയർന്നു. US ഗോൾഡ് ഫ്യൂച്ചർ നിരക്കും ഉയർന്നിട്ടുണ്ട്. US സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയും ആഗോള വ്യാപാര പ്രതിസന്ധിയുമാണ് സ്വർണ്ണവിലയുടെ റോക്കറ്റ് കുതിപ്പിന് പിന്നിൽ. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചിരുന്നു. അതേസമയം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായ US-ലെ വായ്പാ പലിശ നിരക്ക് സംബന്ധിച്ച പ്രഖ്യാപനം രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇന്ന് നടത്തി. പലിശ നിരക്ക് 3.5% നിന്ന് 3.75% ഇടയിൽ തുടരുമെന്ന് ഫെഡറൽ റിസർവ് യോഗത്തിന് ശേഷം ചെയർമാൻ ജെറോം പവൽ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദത്തെ അവഗണിച്ചാണ് ഫെഡറൽ റിസർവ് തീരുമാനം പ്രഖ്യാപിച്ചത്. എന്നാൽ പുതുതായി എത്തുന്ന ഫെഡറൽ റിസർവ് ചെയർമാന്റെ നടപടികളെ സംബന്ധിച്ച ആശങ്ക വിപണിയിൽ പ്രകടമാണ്. ഇതും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു എന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് പുതുക്കാട് നിയോജകമണ്ഡലം സ്വാഗത സംഘം ഓഫീസ് അമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ K ഗോപാലകൃഷ്ണൻ, KM ബാബുരാജ്, സെബി കൊടിയൻ, KC കാർത്തികേയൻ, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, മനോജ് കൊറ്റിക്കൽ, ബിജു അമ്പഴക്കാടൻ, ഭാഗ്യവതി ചന്ദ്രൻ, EA ഓമന, സന്തോഷ് ഐത്താടൻ, ഷെന്നി പനോക്കാരൻ, P ഗോപാലകൃഷ്ണൻ, ആൻസ് കണ്ണമ്പുഴ, TS രാജു, ഔസേപ്പ് വൈക്കാടൻ, പോൾസൺ തെക്കുംപീടിക, പ്രിൻസൺ തയ്യാലക്കൽ എന്നിവർ പ്രസംഗിച്ചു. പുതുയുഗ യാത്രയ്ക്ക് ഫെബ്രുവരി 19 അമ്പല്ലൂർ സെന്ററിൽ സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വ്യക്തിപരമായി വാഹനയാത്ര
തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ആറാട്ട് വെള്ളിയാഴ്ച നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ആറാട്ട് എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6 പഞ്ചവാദ്യം, രാത്രി 8:30 തിരിച്ചെഴുന്നള്ളിപ്പ്, ആറാട്ട് സദ്യ, പാണ്ടിമേളം, കൊടിയിറക്കം എന്നിവയാണ് പ്രധാന പരിപാടികൾ. വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് പള്ളിവേട്ട, മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കൊടിയേറുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ശുദ്ധിക്രിയകൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഉത്സവ ദിനങ്ങളിൽ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ശീവേലി, മേളം, വൈകിട്ട് കേളി, വിളക്കെഴുന്നള്ളിപ്പ്, വിളക്കാചാരം, ഇടക്ക പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 7:45 രാപ്പാൾ ശ്രീകൃഷ്ണപുരം കോലാട്ട സംഘത്തിന്റെ കോലാട്ടം, 8:15 ചെന്നൈ നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തനൃത്യങ്ങൾ, ഞായറാഴ്ച വൈകിട്ട് 7 സുനിൽ നെല്ലായി സംവിധാനം ചെയ്ത നെല്ലായി നൃത്താഞ്ജലിയുടെ നൃത്തസന്ധ്യ, തിങ്കളാഴ്ച വൈകിട്ട് 7 അദ്വൈത് പി മാരാരുടെ തായമ്പക, 8 മഹാമുനിമംഗലം വനിതാ സമിതി, വയലൂർ ടീം എന്നിവരുടെ തിരുവാതിരക്കളി, ചൊവ്വാഴ്ച വൈകിട്ട് 7 നെല്ലായി സോപാനം രുദ്രപ്രിയ ടീമിന്റെ സംഗീതാർച്ചന, 8 കൊളത്തൂർ വിഷ്ണുദേവി സമിതിയുടെ തിരുവാതിരക്കളി, 8:15 ഗൗരി ടീമിന്റെ നൃത്തനൃത്യങ്ങൾ, ബുധനാഴ്ച വൈകിട്ട് 7 അരുൺ ചില്ലായിയുടെ ഭക്തിഗാനാലാപനം എന്നിവയും ഉണ്ടാകും. പള്ളിവേട്ട ദിവസമായ ഫെബ്രുവരി 4 രാവിലെ 9 ശീവേലി, പെരുവനം പ്രകാശന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം, വൈകിട്ട് 6 ദീപക്കാഴ്ച, 8:30 പള്ളിവേട്ട, കലാമണ്ഡലം മോഹനന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം, 11 പാണ്ടിമേളം എന്നിവയും ഉണ്ടാകും. 5 രാവിലെ 9 ക്ഷേത്രക്കടവിൽ ആറാട്ട്, കൊടിക്കൽപ്പറ, ആറാട്ട് ബലി എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് ശ്രീജേഷ് നമ്പൂതിരി, മേൽശാന്തി നടുവത്ത് കൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി മധുക്കാരമുക്ക് മുരളി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് NV പ്രസാദ്, കൺവീനർ K ശശിധരൻ, ജോയിന്റ് സെക്രട്ടറി NR ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവം ജനുവരി 30 ശുദ്ധികലശത്തോടുകൂടി ആരംഭിച്ച് ഫെബ്രുവരി 5 ആറാട്ടോടുകൂടി പര്യവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി 4 പള്ളിവേട്ടയാണ് പ്രധാനമായിട്ടുള്ള ആഘോഷം. പള്ളിവേട്ട 6 വരെ നിലവിളക്കുകൾ കൊളുത്തി നമ്മൾ ദീപക്കാഴ്ച. നെല്ലായി ശ്രീ മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവ പരിപാടികൾ ജനുവരി 30 ശുദ്ധികലശത്തോടെ ആരംഭിച്ച് ഫെബ്രുവരി 5 ക്ഷേത്രക്കടവിൽ ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഈ ഉത്സവത്തിൻ്റെ ജനുവരി 34 കാലത്ത് യോഗീശ്വര പൂജയും തുടർന്ന് വൈകിട്ട് കൊടിയേറ്റവും. അഴകത്ത് മനിക്കൽ ശ്രീജേഷ് നമ്പൂതിരിയാണ് നമ്മുടെ മഹാമുനിമംഗലത്തിലെ തന്ത്രി. പിറ്റേ ദിവസം ഫെബ്രുവരി 1 ഉത്സവബലിയാണ്. നെല്ലായി മഹാമുനിമംഗലം ക്ഷേത്രത്തിലെ ഭാവി പരിപാടികളാണ്. മെയിനായിട്ട് ഒരു അന്നദാന മണ്ഡപവും ഒരു കല്യാണ മണ്ഡപവും പണി കഴിക്കണമെന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് നടന്നിട്ടുണ്ട്. കൂടാതെ അമ്പലത്തിന് ചുറ്റും ഇൻ്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കുക, അമ്പലത്തിൻ്റെ ഫ്രണ്ട് റോഡ് എല്ലാ നാട്ടുകാരെ എല്ലാവരുടെ സഹായവും ട്രസ്റ്റിയുടെ സഹായത്തോടുകൂടി ഫുള്ളായിട്ട് ടാർ ചെയ്ത് പഞ്ചായത്തിൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലാനുണ്ട്. എല്ലാവരും സഹകരിച്ച് അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കൊടകര, മനക്കുളങ്ങര, ആലത്തൂർ, നെടിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, മേളം എന്നിവ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് അഴകത്ത് വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ചാലക്കുടി പുഴയിലെ വെട്ടുക്കടവ് പാലത്തിന് സമീപം പുഴയിൽ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പോട്ട അലവി സെന്ററിലുള്ള
മോസ്കോ മാളിയേക്കൽ വീട്ടിൽ 38 വയസ്സുള്ള സിൻഡോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ചാലക്കുടി പുഴയിൽ വെട്ടുകടവ് പാലത്തിന് താഴെ നീന്തുന്നതിനിടയിലാണ് സിൻഡോ അപകടത്തിൽപ്പെട്ടത്. സ്റ്റേഷൻ ഓഫീസർ ബി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ ചാലക്കുടി അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ സിൻഡോയെ വെട്ടുകടവ് പാലത്തിന്റെ മേലൂർ ഭാഗത്തു നിന്നും കണ്ടെത്തി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി നിലയത്തിലെ ജീവനക്കാരായ MS അനീഷ്, AV രജു, PS സന്തോഷ് കുമാർ, ഗിരീഷ് കുമാർ, RM നിമേഷ്, നിഖിൽ കൃഷ്ണൻ, സൂരജ് കുമാർ, അഖിൽ R നായർ, TA ജോസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ചെങ്ങാലൂർ രണ്ടാംകല്ല് അങ്കണവാടിയിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ച് ശുദ്ധജലം എത്തിച്ചതിന്റെ ഉദ്ഘാടനം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. 22 വർഷത്തിന് ശേഷമാണ് അങ്കണവാടിയിൽ വെള്ളം നേരിട്ട് പമ്പ് ചെയ്ത് എത്തിക്കുന്നത്. വെള്ളം എത്തിക്കാൻ ഇടപെടൽ നടത്തിയ പഞ്ചായത്ത് അംഗം ജോയ് മഞ്ഞളിയെ യോഗത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം ബേബി കീടായിൽ, VV രാജേഷ്, VK വേലുക്കുട്ടി, അങ്കണവാടി അധ്യാപിക ബിന്ദു എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച അധ്യാപകർക്ക് നൽകി വരാറുള്ള MV ഡാനിയൽ മാസ്റ്റർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ചാലക്കുടി സബ് ജില്ലയിൽ നിന്ന് KM റാഫി, സെന്റ് ജോർജസ് HSS പരിയാരം, ഇരിങ്ങാലക്കുട സബ് ജില്ലയിൽ നിന്ന് V ഇന്ദുജ, ALPS പൊങ്കോത്ര, കൊടുങ്ങല്ലൂർ സബ് ജില്ലയിൽ നിന്ന് M സീന, KKTM GGHSS കൊടുങ്ങല്ലൂർ, മാള സബ് ജില്ലയിൽ നിന്നും MS സ്മിത, DVLPS വടമ എന്നിവരാണ് 2025-2026 അധ്യയന വർഷത്തെ അധ്യാപക പുരസ്കാര ജേതാക്കൾ. മാർച്ച് മാസത്തിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് MV ഡാനിയൽ മാസ്റ്റർ മെമ്മോറിയൽ അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ പ്രവീൺ M കുമാർ, കൺവീനർമാരായ ഷിജി ശങ്കർ, C നിധിൻ ടോണി എന്നിവർ അറിയിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം വെള്ളിയാഴ്ച ആരംഭിക്കും. ജനുവരി 30 രാവിലെ 5:45-നും 7-നും വൈകിട്ട് 5-നും വിശുദ്ധ കുർബാനകൾ നടക്കും. വൈകിട്ട് 7-ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം, സൗണ്ട് ഷോ, വർണ്ണവിസ്മയം എന്നിവ ഉണ്ടായിരിക്കും. 31-ന് രാവിലെ 5:45-ന് വിശുദ്ധ കുർബാന, രാവിലെ 7-ന് ലതീഞ്ഞ് നൊവേന, വിശുദ്ധ കുർബാന, കൂട് തുറക്കൽ തിരുക്കർമ്മങ്ങൾ നടക്കും. ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ കാർമ്മികനാകും. വൈകിട്ട് 5-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമ്മികനാകും. തിരുനാൾ ദിനമായ ഫെബ്രുവരി 1-ന് രാവിലെ 5:30-നും 7-നും 9-നും വിശുദ്ധ കുർബാനകൾ ഉണ്ടാകും. രാവിലെ 10:30-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലോയ് ചിറമൽ കാർമ്മികനാകും. ഫാദർ ഷിൻഡോ കുളങ്ങര തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈജോ പാറമേൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 2-ന് രാവിലെ 5:45-ന് വിശുദ്ധ കുർബാന, രാവിലെ 7-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ്, വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും. ഫെബ്രുവരി 7-ന് രാത്രി 7 മണിക്ക് പള്ളിയങ്കണത്തിൽ മെഗാ മ്യൂസിക് ഈവന്റ് അരങ്ങേറും. പാലപ്പള്ളി ഓത്തനാട് 907 ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി, കലശാഭിഷേകം, ശ്രീഭൂതബലി, ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് ശീവേലി, വൈകിട്ട് ദീപാരാധന, പൂമൂടൽ, അത്താഴപൂജ, ഗുരുതി എന്നിവയായിരുന്നു ചടങ്ങുകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ 9:30-ന് കല്ലൂർ VLP സ്കൂളിൽ നടക്കും. രാവിലെ 9:30-ന് നടക്കുന്ന സമ്മേളനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. KSSPU തൃക്കൂർ യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതി അധ്യക്ഷയാകും. തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനത്തിനെതിരെ പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും തൃശൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജു കേസെടുത്തു. 5000 രൂപ പിഴ ചുമത്തി. കൊക്കാല ജംഗ്ഷനിൽ കേടുവന്ന ഓട വൃത്തിയാക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കുന്നംകുളം കുടുംബ കോടതി കേസുകളിൽ കൗൺസിലിംഗ് നടത്തുന്നതിന് ദിവസവേതന അടിസ്ഥാനത്തിൽ അഡീഷണൽ ഫാമിലി കൗൺസിലർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ഫാമിലി കൗൺസിലിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത.
അപേക്ഷകൾ ബയോഡാറ്റ സഹിതം ജഡ്ജ് ഫാമിലി കോടതി കുന്നംകുളം 680503 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 21 മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0488 52983990. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 16,295 രൂപ, പവന് 1,30,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റിൽ പുതുക്കാടിനും ആശ്വാസ പദ്ധതികൾ. നെന്മണിക്കര പഞ്ചായത്തിലെ മണലിപ്പുഴയിലെ ഓടഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചു. മുനിയാട്ടുകുന്ന് കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതികൾക്ക് 1/2 കോടി രൂപ വീതവും അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച അസാധാരണ കുതിപ്പ്. പവന് 8,640 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. വൈകിട്ട് പവന് നേരിയ കുറവും രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്രയുടെ സ്വീകരണത്തിന് പുതുക്കാട് നിയോജക മണ്ഡലം സ്വാഗത സംഘം ഓഫീസ് അമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ആറാട്ട് വെള്ളിയാഴ്ച നടക്കും. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കുടിയേറുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.